ഞാൻ എന്തൊക്കെയാണോ രേണുസുധിയെ അന്ന് വിമർശിച്ചിട്ടുള്ളത് ആ വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ അവരുടെ ഇന്നത്തെ അവസ്ഥയിൽ വിഷമമുണ്ട്. ഈ ശത്രുക്കൾക്ക് പോലും രോഗങ്ങളൊന്നും വരരുത്, അവർ ജീവിക്കാനുള്ള തത്രപ്പാടിലാണ്, ജീവിക്കട്ടെ, 2 കുഞ്ഞുങ്ങളുണ്ട്, മൂത്ത മകനുമായിട്ട് അത്ര അടുപ്പത്തിലല്ല എന്നൊക്കെയാണ് കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും 2 ആൺകുഞ്ഞുങ്ങളാണ്, ഇളയ കുഞ്ഞ് തീരെ ചെറുതാണ്, അവർക്കും പ്രായം കുറവാണ്, 34 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പ്രായമായ ഒരാൾക്ക് ക്യാൻസർ വരട്ടെ മരിച്ചു പോകട്ടെ എന്നല്ല ഇതിനർത്ഥം. ജീവിതം ഇനിയും ഒരുപാട് കിടക്കുന്നതേ ഉള്ളൂ. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങൾ കാണും, കുഞ്ഞുങ്ങളെ വളർത്താനും അവർ വലുതായി കാണാനും ഒക്കെ ആഗ്രഹമുണ്ട്. നമ്മളെല്ലാവരെയും പോലെ മജ്ജയും മാംസവും ആഗ്രഹങ്ങളുമുള്ള ഒരു സ്ത്രീയാണ് അവരും. ആ ഒരു പരിഗണന അവർക്ക് കൊടുക്കുക, കുത്തി നോവിക്കാതിരിക്കുക. ശവത്തെ കുത്തരുത് എന്ന് പറയില്ലേ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ കിടന്ന് സംസാരിക്കുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. എങ്കിലും ചില സമയത്ത് നമ്മൾ പറയാനുള്ളത് പറഞ്ഞു പോകും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു മാരകമായിട്ടുള്ള അസുഖം അവർക്ക് വന്നു. അവരുടെ ജീവിതത്തിൽ അവർ ഇതുവരെ ലഭിച്ച ആനന്ദങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്ന തരത്തിലാണ് ആ ഒരു അസുഖം വന്ന് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ജീവിതത്തിലെങ്കിലും അവർക്ക് ഒരു വാക്കിൻ്റെ എങ്കിലും സപ്പോർട്ടുമായിട്ട് ജനങ്ങളെല്ലാവരും കൂടെ വേണമെന്ന് തോന്നുന്നു. ഒരാൾക്ക് ഏറ്റവും ആവശ്യമായി വരുന്ന ഘട്ടത്തിലാണ് നമ്മളെല്ലാം ഉപകരിക്കേണ്ടത്. പക്ഷേ ഏറ്റവും ആവശ്യമായ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അവരെ കുത്തി നോവിക്കുന്നത് നിസാര പ്രശ്നമല്ല. അങ്ങനെ ആരും ചെയ്തുകൂടാ, അതൊരു മഹാപാപമാണ്. നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും, വാക്കുകൊണ്ടോ പണം കൊണ്ടോ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കാം. അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് വഴിതിരിഞ്ഞു പോയ ആ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ്. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിസ്സാരമെന്ന് കരുതരുത് ശരീരത്തിലെ മുഴകളെ, പ്രത്യേകിച്ച് മാറിടത്തിലുണ്ടാകുന്ന ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഇന്ത്യയിൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്ന്. 30 വയസ്സൊക്കെ കഴിഞ്ഞാൽ, 30 വയസ്സിനൊക്കെ മുമ്പ് തന്നെ 25 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മാമോഗ്രാം ചെയ്ത് നോക്കണം. അതൊക്കെ അത്യാവശ്യമാണ്. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറൊക്കെ പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റുന്നുണ്ട്. അത് നേരത്തെ കണ്ടെത്തണം എന്ന് മാത്രം. ഗർഭാശയകളെ ക്യാൻസറൊക്കെ ആണെങ്കിലും ഒരുപാട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആദ്യമാദ്യം ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോഴേ ചികിത്സ തേടണം. ഈ ആർത്തവമുള്ള സ്ത്രീകളൊക്കെ വിചാരിക്കും ആർത്തവത്തിൻ്റെതായിരിക്കും, മാസത്തിൽ 2-3 പ്രാവശ്യം ആർത്തവമാണെന്ന് വിചാരിക്കും ബ്ലീഡിങ് ഉണ്ടാവുമ്പോൾ. പക്ഷെ ആ ബ്ലീഡിങ് അങ്ങനെ ആയിരിക്കില്ല, അത് അബ്നോർമലാണ്. അങ്ങനെ ഒരു ബ്ലീഡിങ്, യൂട്രസ് ബ്ലീഡ് ചെയ്യുന്നത് അബ്നോർമലാണ് എന്നൊരു ചിന്ത നമുക്ക് വേണം. മാസത്തിൽ 3-4 പ്രാവശ്യം ആർത്തവം വരുന്നതാണ് എന്ന് കരുതി നിസ്സാരമായിട്ടിരിക്കരുത്. വയറിൽ, അടിവയറ്റിലും നടുവിലും ഒക്കെ ഉണ്ടാകുന്ന അസാധാരണമായിട്ടുള്ള വേദനകൾ, അതിനോടൊപ്പം ബ്ലീഡിങ്, നമ്മുടെ തൂക്കത്തിലുണ്ടാകുന്ന വ്യത്യാസം, ഹോർമോൺ ചേഞ്ചസ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. യൂട്രസ് എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നവർക്ക് നിസാര പ്രശ്നങ്ങളല്ല, അത് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉണ്ടാകുന്നത്. സ്ത്രീകൾ കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്.